ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ദാ ഇന്ന് നമ്മൾ കുഞ്ഞൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെന്താ, എല്ലായിടത്തും മഴയൊക്കെ ഇല്ലേ? ഇവിടെ ഇട ദിവസങ്ങളിലൊക്കെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മഴ പെയ്തിട്ടുള്ള ഒരു സമയത്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ്. പിന്നെന്താ, പിന്നെ ഇപ്പൊക്കെ വെയിലോ തന്നെയാണ് കേട്ടോ. സാധാരണത്തെ പോലെ വെയിലുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും ചെറുതായിട്ടൊരു മഴ പെയ്തെങ്കിൽ ആയി. അങ്ങനത്തെ ഒരു സാധാരണഗതിയിലേക്ക് അങ്ങോട്ട് മാറിയിരിക്കുന്നു. തുടർച്ചയായിട്ട് മഴയൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. അപ്പോൾ എന്താ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇതേ എൻ്റെ വിശേഷങ്ങളൊക്കെ പറയാൻ പോവാട്. ഇന്ന് ഇതപ്പോൾ എനിക്ക് ഇതേ സ്റ്റിച്ചിങ്ങൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട്. കുറേ ഒരു മാസത്തോളം നമുക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റിച്ചിങ്ങൊക്കെ നല്ല കുറവാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ എല്ലാ തൊഴിലിലും ഉണ്ടാവുമല്ലോ അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക, കുറച്ചൊരു കുറവൊക്കെ ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ നമുക്കും കുറച്ചൊരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ. പണിയൊക്കെ ഒന്ന് കുറവ് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് യൂണിഫോമിൻ്റെ സ്റ്റിച്ചിങ് ഉണ്ട്. അതുപോലെ തന്നെ യൂണിഫോമൊക്കെ ഇപ്പോൾ ഒരു ഏകദേശം ആയിട്ടോ, സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു തുടങ്ങി. എന്നാലും ഇപ്പോൾ ഓൾട്രേഷൻ അതും ഇതൊക്കെ ആയിട്ട് ഇപ്പോൾ അങ്ങനെ വരുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഒരു ചുരിദാർ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ അത്യാവശ്യം നമ്മളെ കയ്യിലുണ്ട്. ബ്ലൗസായിട്ടാണെന്നുണ്ടെങ്കിലും ചുരിദാറുകളായിട്ടാണെങ്കിലും പെരുന്നാളിൻ്റെ വർക്കൊക്കെ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നു. പിന്നെന്താ, കുറച്ച് നാളിപ്പോൾ ഞാൻ രാജീവേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തന്നുല്ലോ. ആളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ആക്സിഡൻ്റ് ഒക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സ്റ്റിച്ചൊക്കെ എടുത്തു. എൻ്റെ അടുത്ത് കമൻറ്റിലൂടെ ചോദിച്ചവരുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പിന്നീട് വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ വിശേഷങ്ങളെ കുറിച്ചിട്ടൊന്നും പറയാതിരുന്നത്. ഇപ്പോൾ രാജീവേട്ടൻ്റെ വിശേഷങ്ങൾ ചോദിച്ചവരോടൊക്കെ ഒരുപാട് നന്ദി പറയുന്നുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ എൻ്റെ കാര്യങ്ങളൊക്കെ എന്നെ അന്വേഷിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. രാജീവേട്ടന് ഡോക്ടർ അന്ന് സർജന കാണിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ ചെറിയ രീതിയിൽ പഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇൻഫെക്ഷൻ വന്നതാണെന്ന് പറഞ്ഞു. ഓരോ തവണ ചെല്ലുമ്പോഴും നമ്മൾ ഓരോ ഡോക്ടർമാരെയാണ് നമുക്ക് കാണാനായിട്ട് കിട്ടുക. പ്രത്യേകിച്ച് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഇവിടെ വടക്കാഞ്ചേരിയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഓരോ ദിവസവും ഒ പിയിൽ കാണിക്കുന്ന ഡോക്ടർമാർ പല വിധത്തിലുള്ള ഡോക്ടർമാരായിരിക്കും നമ്മൾ മുറിവ് ഡ്രസ്സ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഉണ്ടാവുക. അവർ ഓരോ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയും. ചിലർ പറയും അത് ഒന്നരാടം വന്നിട്ട് ഓരോ ദിവസം ഇടവിട്ട് വന്നിട്ട് മുറിവ് ഡ്രസ്സ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ പ്രകാരം നമ്മൾ അതുപോലെ നമ്മൾ ചെയ്യുന്നു. ഡ്രസ്സ് ചെയ്ത് വന്ന് പിറ്റത്തെ ദിവസം കഴിഞ്ഞാൽ അതിന് പിറ്റത്തെ ദിവസം നമ്മൾ പോകുന്നു. പക്ഷേ വീട്ടിൽ അത് അവർ പ്രത്യേകിച്ച് മുറിവ് അഴിച്ച് കെട്ടാനോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സ്റ്റിച്ച് എടുക്കാനായിട്ട് എന്താ പറയുക, ആ സ്റ്റിച്ച് എടുക്കേണ്ട ഡേറ്റും കഴിഞ്ഞിട്ടും ഡോക്ടർമാർ നമ്മുടെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ എടുക്കരുത്, കാരണം മുറിവ് തമ്മിൽ അകന്നിരിക്കാനായിട്ട് സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ കാരണം കൊണ്ട് അത് സ്റ്റിച്ച് അവർ തന്നെയാണ് പറഞ്ഞത് സ്റ്റിച്ച് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെച്ചു. പക്ഷെ അതിൻ്റെ മേലെ മുറിവൊക്കെ വന്ന് ഇങ്ങനെ ഏകദേശം കൂടിയപ്പോൾ സ്റ്റിച്ച് അതിൻ്റെ ഉള്ളിൽ പെട്ടിട്ട് അതും പിന്നീട് അതൊരു പ്രശ്നമായി കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്യാനായിട്ട് സാധാ അവിടെ ജോലി ചെയ്യുന്ന നമ്മളാരെയും അങ്ങനെ മോശമായിട്ട് പറയല്ല, സാധാ ഒരു ട്രെയിനിങ്ങും ഇല്ലാത്ത എന്താ പറയുക അവിടുത്തെ സ്റ്റാഫുകളെ കൊണ്ടാണ് അവർ സത്യം പറഞ്ഞാൽ ആ സ്റ്റിച്ചൊക്കെ അവർ കട്ട് ചെയ്യിപ്പിക്കണത്. അത് നമുക്കത് ഒന്നിടവിട്ടിട്ടുള്ള ദിവസങ്ങളിൽ പോവുക കാരണം കൊണ്ട് നമുക്കതറിയാം. അവർ എന്താ പറയുക, ഒട്ടും ആ ഒരു ഇതില്ലാത്ത എക്സ്പീരിയൻസ് ഇല്ലാതെ അവർ കത്രികയുടെ തുമ്പ് കൊണ്ട് കുത്തിയിറക്കിയിട്ടൊക്കെയാണ് അവർ അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റിച്ച് എടുക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് നമ്മളത് ഡോക്ടറോട് അത് പ്രത്യേകം ചെന്ന് കണ്ട് പറഞ്ഞിട്ട് ഡോക്ടർ വന്നിട്ടാണ് കേട്ടോ അത് അതിനനുസരിച്ചിട്ടുള്ള ബ്ലേഡൊക്കെ നമ്മളെ കൊണ്ട് തന്നെ പുറമേ നിന്ന് വാങ്ങിപ്പിച്ച് അവരത് കട്ട് ചെയ്ത് ഡോക്ടർ വന്നിട്ടാണ് സ്പെഷ്യലായിട്ട് നമുക്ക് ആ റൂമിൽ വന്ന് അത് കട്ട് ചെയ്തിട്ടാണ് നമ്മളതിനെ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 ദിവസം മുന്നേ കംപ്ലീറ്റ് സ്റ്റിച്ചൊക്കെ എടുത്തതിന് ശേഷം ഡോക്ടർ അപ്പോഴാണ് നമ്മളോട് പറയുന്നത് മുറിവിൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്, ഒന്നരാടം ഇടവിട്ടിട്ട് നമ്മളത് സോപ്പ് വെള്ളം ഉപയോഗിച്ച് കഴുകേണ്ടതായിരുന്നു എന്നുള്ളത്. പക്ഷേ ഇതോ എത്ര തവണ നമ്മൾ അവിടെ മുറിവ് ഡ്രസ്സ് ചെയ്യാൻ പോകുന്നുണ്ട് അത്രത്തോളം തവണ നമ്മൾ അവിടെ ഓരോ ഡോക്ടേഴ്സിനും നമ്മളവിടെ കണ്ടിട്ടാണ് ഇതിൽ ഓരോ ദിവസത്തെയും വ്യത്യാസങ്ങൾ നമ്മളത് കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് മുറിവ് ഡ്രസ്സ് ചെയ്യാനായിട്ട് കയറാറ്. പക്ഷേ ഒറ്റ ഡോക്ടർമാരും നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു രീതിക്ക് വേണം മുറിവ് നമ്മളത് കെയർ ചെയ്ത് കൊണ്ടുപോകാൻ എന്നുള്ളത് നമ്മളുടെ അടുത്ത് ഒരിക്കലും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. മുറിവ് നമുക്ക് ആ എന്താ പറയുക സ്റ്റിച്ച് കട്ട് ചെയ്യണം അന്നാണ് നമ്മളുടെ അടുത്ത് ഡോക്ടർ പറയുന്നത് ഇത് ഇങ്ങനെ ചെയ്യണമായിരുന്നു എന്നുള്ളത്. അതാണ് പറഞ്ഞത്, നമ്മൾ ഒരു ദിവസം ചെല്ലുമ്പോൾ ഒരു ഡോക്ടറായിരിക്കും, പിറ്റത്തെ തവണ ചെല്ലുമ്പോൾ ഒരു ഡോക്ടറായിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ ആ മുറിവ് നമുക്കത് സ്റ്റിച്ച് വെട്ടിയതിന് ശേഷം വീട്ടിൽ വന്നിട്ട് നമ്മൾ ആ ഡോക്ടർ പറഞ്ഞ രീതിക്ക് സോപ്പ് വെള്ളമൊക്കെ വെച്ച് നമ്മളത് വൃത്തിക്ക് കഴുകി നമ്മൾ അത് വൃത്തിക്ക് തന്നെ നമ്മളത് കൊണ്ട് നടക്കണ്ട കേട്ടോ. പിന്നെ
ഒരു ദിവസം ഇതുപോലെ സ്റ്റിച്ച് കട്ട് ചെയ്തിട്ട് ആൾ പിറ്റത്തെ ദിവസം തന്നെ ജോലിക്ക് ഇറങ്ങിയതിന് ശേഷം ആൾക്ക് ആ ജോലിയിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോരേണ്ടി വന്നു. സ്റ്റിച്ച് കട്ട് ചെയ്തതിൻ്റെ തൊട്ട് പിറ്റത്തെ ദിവസമാണ് കേട്ടോ ജോലിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജോലിക്ക് ഇറങ്ങിയപ്പോൾ ആൾക്ക് കാലിലൊക്കെ നീര് വെച്ച് ആ ഹോളിലൂടെ സ്റ്റിച്ച് കട്ട് ചെയ്ത ആ ഹോളിലൂടെയൊക്കെ ബ്ലഡൊക്കെ വന്ന് അത് അങ്ങനത്തെ ഒരു അവസ്ഥ വന്ന് കണ്ടപ്പോൾ അത് ജോലിയിൽ നിന്ന് ആൾ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് ഉണ്ടായത്. ഇപ്പോൾ അതാ വീട്ടിൽ കുറച്ച് നാളും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ എന്ന് കരുതിയിട്ട്, എന്താ വെച്ചാൽ മുറിവിൽ അത്യാവശ്യം പഴുപ്പുണ്ട് തോന്നുന്നുണ്ട്, ഉൾഭാഗം കംപ്ലീറ്റ് ഉണങ്ങിയിട്ടില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മാറട്ടെ. ഇത്രത്തോളം ദിവസം നമ്മൾ എന്തായാലും വീട്ടിലിരുന്നില്ലേ, ഇനിയും കൂടെ അതൊന്ന് മാറിയതിന് ശേഷം ജോലിക്ക് ഇറങ്ങാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എന്താ പറയുക രാജീവേട്ടൻ്റെ കാര്യത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, വീട്ടിൽ ആൾക്ക് ഇതാണ് ടെൻഷൻ. വീട്ടിൽ നമ്മൾ വാടക വീട്ടിലാണല്ലോ താമസിക്കുന്നത്. അപ്പോൾ ഇതിന് വാടകയ്ക്ക് ഓരോ ഡേറ്റുകൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടല്ലേ എന്ന് കരുതിയിട്ടാണ് ആൾ ജോലിക്ക് ഇറങ്ങിയത്. പക്ഷേ നമുക്കും സ്റ്റിച്ചിങ് കുറഞ്ഞൊരു അവസ്ഥയായിരുന്നു. പക്ഷെ അത് നിർവാഹമില്ലാതിട്ട് ആൾ ഇറങ്ങിയതാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആൾക്ക് തിരിച്ച് വീണ്ടും പണിയിൽ നിന്ന് വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥയിലാണ് വന്നിട്ടുള്ളത്. എന്നാലും കുഴപ്പമില്ല, ദൈവം സഹായിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ദൈവസഹായം ഉണ്ടല്ലോ, അതൊരു വലിയൊരു സന്തോഷം തന്നെയാണ്. പിന്നെന്താ, അപ്പോൾ ഇപ്പോൾ നമുക്ക് വീണ്ടും സ്റ്റിച്ചിങ് കൂടെ തിരിച്ച് നമുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ എനിക്കതൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. എന്താ പറയുക, ദൈവം കൂടെ തന്നെ ഉണ്ട്, നമ്മളതിനെ ഒരു വഴിയിലും നമ്മളതിനെ തോൽപ്പിക്കുന്നില്ലല്ലോ. അപ്പോൾ അതൊരു വലിയൊരു സന്തോഷം. അപ്പോൾ ഈശ്വരന്മാരെ കൈവിടാതിരിക്കുക എല്ലാവരും. നമുക്ക് ആരും ഇല്ലെങ്കിലും നമ്മുടെ കൂടെ അവരെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് തുണയായിട്ട് കൂടെ ഉണ്ടാവും കേട്ടോ. അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നു. പിന്നെന്താ, ഇനി പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഇന്ന് മുതലേ നമ്മൾ സ്റ്റിച്ചിങ്ങിന് ഇരിക്കും. രാജുവേട്ടൻ ജോലിക്ക് ഇറങ്ങുന്ന വരയ്ക്കും ആൾ വീട്ടിൽ റെസ്റ്റ് തന്നെയാണ്. അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ബിൽഡിങ്ങിൽ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ചില ഭാഗങ്ങളൊക്കെ വീണ്ടും അവർ പുതുക്കി പണിതുകൊണ്ടിരിക്കുന്നുണ്ട്, പെയിൻറ്റിങ് നടക്കുന്നുണ്ട്. അതൊക്കെ കൃത്യമായി തന്നെ നമുക്ക് ചെയ്തു തരുന്നുണ്ട് ഹൗസ് ഓണർ. എന്നുവെച്ചാൽ നമ്മളെ കൂടി പരിഗണിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളാണ് കേട്ടോ. നല്ല വൃത്തിക്ക് ആക്കാനായിട്ട് ആൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ദേ ഇവിടെ പെയിൻറ്റ് ചെയ്യുന്നുണ്ട് ഒരു ചേട്ടൻ. അപ്പോൾ ഇത്തിരി നേരം എനിക്ക് വർത്താനം പറയാനായിട്ട് ഈ ചേട്ടനെ ഞാൻ സത്യം പറഞ്ഞാൽ എന്താ പറയുക സംസാരിച്ചിട്ട് ആ ചേട്ടനെ ഞാൻ വെറുപ്പിച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ. അത്ര നേരം നമുക്കാരും അങ്ങനെ വർത്താനത്തിന് വരാറില്ലല്ലോ. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിച്ചു, ചേട്ടൻ നമ്മുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ ചേട്ടൻ്റെ അടുത്ത് കുറേ നേരമൊക്കെ ഇങ്ങനെ സമയം ചിലവാക്കി കേട്ടോ. നല്ല ചേട്ടനാണ്, നല്ല മനസ്സുള്ള ഒരു ചേട്ടൻ തന്നെയായിരുന്നു. ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലെ. അപ്പോൾ ആ ചേട്ടനെ അത്യാവശ്യം വെറുപ്പിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ വിശേഷങ്ങളൊക്കെ പോകുന്നത്. എൻ്റെ ബിൽഡിങ് ഞാനൊരു ദിവസം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ താമസിക്കുന്ന നമ്മുടെ ഈ ഒരു വീടും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ബിൽഡിങ്ങിൽ ഒരാളും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെയേ ഉള്ളൂ. പിന്നെ താഴെ ഒരു ചേച്ചിയും കൂടെ ഒരു സ്റ്റിച്ചിങ് പോലെ നമ്മളുടെ വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ ആ ചേച്ചി അവിടെ അപ്പുറത്തെ ബിൽഡിങ്ങിൽ താഴെ ചെയ്യുന്നുണ്ട്. ആ ചേച്ചി ചിലപ്പോൾ അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ചേച്ചി ചിലപ്പോൾ കടയിലേക്ക് പോയിട്ടുണ്ടാവും. പിന്നെ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് രാജുവേട്ടൻ ജോലിക്കും പോയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ. പിന്നെ താഴെ ഒരു താത്ത താമസിക്കുന്നുണ്ട് കേട്ടോ. താത്ത ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ചിങ്ങൊക്കെ ആയിട്ട് ആളും പഠിക്കാനായിട്ട് ആൾ പോകുന്നുണ്ട്. സ്റ്റിച്ചിങ് പഠിക്കാനായിട്ട് ആൾ തന്നതാണ് ഈ ചക്ക. കുറേ ദിവസത്തിന് ശേഷം കിട്ടിയിട്ടുള്ള ചക്കയാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ കഴിച്ചിട്ടിരിക്കട്ടെ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ.